ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം എനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 10ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക ചിനാറ്റ്സു ടൈക്കിന്റെ മേത്ത് കിടക്കുമായിരിക്കും. എന്നിട്ട് ചിനാറ്റ്സു പതുക്കെ അവളുടെ കൈ എടുത്തോണ്ട് പോയിട്ട് നെറ്റിയിൽ വെച്ചിരിക്കുന്ന കൂളിംഗ് ബാച്ച് ശരിക്കും ഒട്ടിച്ചു കൊടുക്കുവാണ്. അത് ഇളകി വന്നോണ്ടിരിക്കുവാണ്. നീ ബെഡിൽ കിടന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ചിനാറ്റ്സു അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ടൈക്കിക്ക് എഴുതേക്കാൻ പോലും പറ്റുന്നില്ല. അവൻ അവിടെ തന്നെ ബോധമില്ലാണ്ട് കിടക്കുവാണ്. എന്നിട്ട് ടൈക്ക് മനസ്സിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇനി അങ്ങനെ കിടന്ന് ഉറങ്ങാനാന്ന് പറഞ്ഞ് കാറുവാണ് മനസ്സിൽ തന്നെ. അങ്ങനെ രാവിലെ ആവുകയാണ്. ടൈക്കിന്റെ അമ്മ വീട്ടിൽ വന്നിട്ട് അവന് ഫീവർ ചെക്ക് ചെയ്യുമ്പോ എല്ലാം നോർമൽ ആയിട്ടുണ്ടാവും. എന്നിട്ട് അവൻ പ്രാക്ടീസിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ടൈക്കിന്റെ അമ്മ, നിന്നെ കണ്ട ഇന്നും ക്ഷീണം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, നിനക്കിന്ന് ഒരു ദിവസം ലീവ് എടുത്തൂടെ? നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നീയും ചിനാറ്റ്സും ഒരുപോലെ തന്നെയാണ്. അതേന്ന് പറഞ്ഞിട്ട് ടൈക്കി പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങുവാണ്. നടന്നു വന്നോണ്ടിരിക്കുമ്പോഴും ടൈക്കിക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അവളുടെ ഫുൾ വെയിറ്റും എന്റെ മേത്തുണ്ടായിരുന്നു. അവളുടെ ഷാംപൂന്റെ സ്മെല്ല് എനിക്ക് കിട്ടിയിരുന്നു. അവളുടെ ആ വാം ഫീലിംഗ്, ഇതെന്ന് എങ്ങനെ ഞാൻ വെളിയിൽ വരുന്നു പറഞ്ഞിട്ട് ആ റോട്ടിൽ മുട്ടുകുത്തിയിരുന്ന് കരയുവാണ്. ആ സമയം ടൈക്കിന്റെ ഫ്രണ്ട്സ് അവനെ കാണുവാണ്. ടൈക്കി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? കൂടെ ഹാരി ഉണ്ടാവും. നിനക്കെന്താ വയറുവേദന എന്തേലും ആണോ? നീ പുറത്തു വന്നിട്ട് നീ പ്രാന്തനെ പോലെ ഇരിക്കാണ്ട് നിനക്ക് വീട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുവാണ് ഹാരിയോ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് ടൈക്കി. അപ്പൊ അവരെല്ലാവരും കൂടെ ആ ജിമ്മിലുള്ള പൂള് ക്ലീൻ ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അങ്ങനെ ടൈക്കിനെയും വിളിക്കുവാണ്, നീ വരുന്നുണ്ടോന്ന് ചോദിച്ചിട്ട്. അപ്പൊ ടൈക്കി, ഞാനിപ്പോ ഇല്ല, ഞാൻ ട്രെയിനിങ്ങിന് പോവാന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേനും ചിനാറ്റ്സുനെ അവിടെ കാണുവാണ്. ചിനാറ്റ്സു അവിടെ നിന്ന് പൂള് ക്ലീൻ ചെയ്യുമായിരിക്കും. അങ്ങനെ ടൈക്കി അടുത്ത സെക്കൻഡ് ടൈക്കി പൂള് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ടൈക്കി മനസ്സിൽ, ചിനാറ്റ്സു ഉള്ളത് കൊണ്ടൊന്നും അല്ല ഞാൻ ഇവിടെ വന്നേക്കുന്നേ, എനിക്ക് പൂള് ക്ലീൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യണം തോന്നിയെന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അവൻ സോക്സ് ഊരുമ്പത്തേനും വിഷ് ബ്രേസ്ലെറ്റ് കണ്ട് കിളി പോവുകയാണ് പിന്നെയും. അങ്ങനെ അവിടെ എല്ലാരും ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പത്തേനും ഹാരിയുനോട് രണ്ടുപേര് ചോദിക്കുവാണ്, നീ നാഷണൽസിൽ സെലക്ട് ആയല്ലോ, പിന്നെ എന്തിനാ നിന്റെ സമയം ഈ ക്ലീനിങ്ങിന് വന്ന് വേസ്റ്റ് ആക്കുന്നത്? നിനക്ക് പോയി പ്രാക്ടീസ് ചെയ്തുകൂടെന്ന് ചോദിക്കുവാണ്. അപ്പൊ ഹാരി അവരുടെ അടുത്ത് പറയുവാണ്, ഈ പൂള് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എനിക്കും ഈ പൂള് യൂസ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ചെറുക്കൻ വന്നിട്ട് ഹാരിയുനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഹാരിയു, എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്റെ കൂടെ വാ സ്വിമ്മിങ് ചെയ്യാൻ, സ്വിമ്മിങ് ഫുൾ ബോഡി വർക്കൗട്ട് ആണെന്ന് പറയുവാണ്. അപ്പൊ ആ ചെറുക്കൻ അവിടുന്ന് പേടിച്ചോടി പോവാണ്. അങ്ങനെ ടൈക്കിയും പോവാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും ഹാരിയോ ടൈക്കിനെ വിളിക്കുവാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നിന്റെ സ്മാഷിനെ കഴിഞ്ഞും നിനക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട്. അപ്പൊ ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, എല്ലാരും എന്തിനാ എന്റെ ഗോൾ ഷീറ്റ് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്നിട്ട് ഹാരിയോ അവനെ മോട്ടിവേറ്റ് ചെയ്യാണ്, നിന്റെ ഒപ്പം ഈ വർഷം കളിച്ച ആള് തന്നെയായിരിക്കും അടുത്ത വർഷവും നിന്റെ ഓപ്പണന്റ് ആയിട്ട് വരുന്നത്. അവൻ ഫസ്റ്റ് ഇയർ ആയിരിക്കാം, പക്ഷെ അവന്റെ സ്കിൽസ് ഒരുപാട് അധികമാണ്. അടുത്ത വർഷം വരുമ്പോ അവന് ഇതിനേക്കാൾ സ്കില്ലുണ്ടാവും. അതുകൊണ്ട് നീ ഡൗൺ ആകാണ്ട് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ടൈക്കി ഹാരിയുനോട്, നീ പറഞ്ഞത് ശരിയാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുവാണ്. എന്നിട്ട് ഹാരിയു ടൈക്കിന്റെ അടുത്ത്, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല, നീ തോറ്റാലും ജയിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ നീ നന്നായി തന്നെ കളിച്ചിരുന്നു. ആ സമയം ആ വഴി കൂടെ ചിനാറ്റ്സു പോവുണ്ടാവും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചെയ്യുന്നത്? ചിനാറ്റ്സുന്റെ അടുത്ത് ഹാരി പറയുവാണ്. നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ചിനാറ്റ്സു പറയുവാണ്. ഞങ്ങൾ ഇന്നത്തെ കാലാവസ്ഥ നല്ലതായിരുന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്ന് പറയുവാണ്. അതേന്ന് പറഞ്ഞിട്ട് ചിനാറ്റ്സു ടൈക്കിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ചിനാറ്റ്സു പോകുമ്പോഴത്തേനും ടൈക്കി ഒരു ദീർഘനിശ്വാസം അങ്ങ് എടുക്കും. സമാധാനം എന്ന് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ തരുവാണ്. ആര്യ രണ്ടുപേരും മാറി മാറി നോക്കിയിട്ട്, നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ടൈക്കി അവിടെ നിന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് എന്ത് റിയാക്ഷൻ ആടാ? നിനക്ക് അതിനെ കുറിച്ച് സംസാരിക്കണ്ടെങ്കിൽ വേണ്ട. പെട്ടെന്ന് ടൈക്കി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്, ചോദിക്കണോ വേണ്ടേന്ന്. എന്നിട്ട് ടൈക്കി, എനിക്ക് അവളോട് ഒരു ചാൻസ് കിട്ടുമോ ഇല്ലയോന്ന് എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കുന്നു ചോദിക്കുവാണ് ടൈക്കി. അത് കേൾക്കുമ്പോഴത്തേനും ഹാരി മനസ്സിൽ, ഇവന് പെണ്ണുങ്ങളെ പറ്റി ഒന്നും അറിയില്ല എന്നാ തോന്നുന്നേ. എന്നിട്ട് ടൈക്കി, എനിക്ക് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയത്തില്ല. പെട്ടെന്ന് ഹാരി മനസ്സില്, ഇവനെന്തായാലും ചീയുടെ പിന്നാലെ തന്നെയാണ് നടക്കുന്നതെന്നാ തോന്നുന്നേ. ഇനി ചിലപ്പോ അവളെ എന്നെ ഒരു നിക് നെയിം വെച്ച് വിളിച്ചാലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു റൂമില് തനിച്ചായിരിക്കുമ്പോഴോ എപ്പോഴാണ് ഒരു ചാൻസ് കിട്ടുക എന്ന് ടൈക്കി ഹാരിയുടെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുവാണ്. അതൊക്കെ ആ ആളെന്ത് കരുതുന്നോ അതുപോലെയാണ്. ഇത്രയും സിമ്പിൾ ആൻസർ കിട്ടുന്നു തന്നെയായിരുന്നു എന്റെ പ്രതീക്ഷ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ഹാരി, നീ എന്തിനാ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നേ? നമ്മൾ ചിനാറ്റ്സുനെ തന്നെ എടുത്താ ചിനാറ്റ്സു ആൺപിള്ളേരോടും പെൺപിള്ളേരോടും ഒരുപോലെ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾ ആരോടും ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വെച്ചതുപോലെ ഞാൻ കാണാറില്ല. അവൾ ആ കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പെട്ടെന്ന് ടൈക്കി ഇന്നലെ നടന്ന കാര്യങ്ങൾ ആലോചിക്കുവാണ്. എന്നിട്ട് മനസ്സിൽ, അതൊന്നുമില്ല, എന്റെ
നിന്റെ കൂളിംഗ് പാച്ച് ലൂസ് ആയതുകൊണ്ട് അവളത് നേരെ വെച്ച് തന്നതാണ്, അല്ലാണ്ട് അതിന് വേറെ ഒരു മീനിങ്ങും ഇല്ല. ഞാൻ ഓരോ കാര്യങ്ങളും വെറുതെ അസ്യൂം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ടൈക്കി ചിനാറ്റ്സുനെ നോക്കുവാണ്. എന്തായാലും ഒരുപാട് ഹോപ്പ് കൂട്ടണ്ടാന്ന് ടൈക്കി മനസ്സിൽ പറയുവാണ്. അങ്ങനെ പൂളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും അതിനകത്ത് കളിച്ചോണ്ടിരിക്കുവാണ്. ടൈക്കിനെ വിളിക്കുമ്പോഴത്തേനും ടൈക്കി എന്റെ ജലദോഷം ഇപ്പൊ ശരിയാവുന്നതേ ഉള്ളൂ, ഞാനിപ്പോ വെള്ളത്തിൽ ചാടിയാൽ ശരിയാവില്ല എന്ന് പറയുവാണ്. എന്നിട്ട് ടൈക്കി തിങ്സ് ഒക്കെ വെക്കാൻ സ്റ്റോർ റൂമിൽ പോകുമ്പോഴത്തേനും അവിടെ ചിനാറ്റ്സു ഉണ്ടാവും. ടൈക്കിനെ കണ്ടപാടെ ചിനാറ്റ്സു നീ നന്നായി തന്നെ വർക്ക് ചെയ്തു, നീയും നന്നായി തന്നെ ചെയ്തു. എന്നിട്ട് ടൈക്കി അവിടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യല്ലേ, നോർമൽ ഒരു മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യ്. എന്നിട്ട് ടൈക്കി ചിനാറ്റ്സുനെ നോക്കിയിട്ട് ചിനാറ്റ്സു ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നൊന്നുമില്ല. എന്നിട്ട് ചിനാറ്റ്സു ബായ് പറഞ്ഞ് അവിടുന്ന് പോവാൻ നിൽക്കുവാണ്. ചിനാറ്റ്സു ഒരു മിനിറ്റ് നിൽക്കെന്ന് പറയുവാണ് ടൈക്കി. ഇന്നലത്തെ കാര്യത്തിന് എനിക്ക് നിന്നോട് താങ്ക്സ് പറയണം. ഇന്നലെയോ? ഇന്നലെ തന്നെ എന്റെ ഫീവർ ഒക്കെ പോയി. ശരിയാണ് ഇന്നലെ എന്ന് പറഞ്ഞ് ചിനാറ്റ്സുവിന്റെ ഫേസ് ഒരുമാതിരി പോവുകയാണ്. ശരിയെന്ന് പറഞ്ഞ് ചിനാറ്റ്സു പോകുമ്പോഴത്തേനും പെട്ടെന്ന് ടൈക്കി ചിനാറ്റ്സുന്റെ കയ്യിൽ കയറി പിടിക്കുവാണ്. എന്നിട്ട് ചിനാറ്റ്സു ടൈക്കിന്ന് വിളിക്കുമ്പോ അവനൊരു ബോധം ഉണ്ടാവില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അവന് ബോധം വരുന്നത്. പെട്ടെന്ന് അവൻ കൈയെടുത്തിട്ട് സോറി, ഈ ബക്കറ്റ് എവിടെ വെക്കേണ്ടത് നിനക്ക് അറിയോന്ന് ചോദിക്കുവാണ്. എനിക്ക് തോന്നുന്നത് അവിടെ വെക്കണം എന്നാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ടൈക്കി അവിടെ വെക്കുവാണ് ബക്കറ്റ്. എന്നാ ശരി ഞാൻ പോവാന്ന് പറഞ്ഞ് ചിനാറ്റ്സു അവിടുന്ന് പോവുകയാണ്. ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്തത്, ഞാൻ ഇനി കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം എന്നിങ്ങനെ ടൈക്കി മനസ്സിൽ വിചാരിക്കുവാണ്. എന്നിട്ട് ചിനാറ്റ്സു എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ നടന്നു വരുവാണ്. പുറത്ത് ചിനാറ്റ്സുന്റെ ഫ്രണ്ട് ഉണ്ടാവും. അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവിടെ ഒരു കപ്പിള് വരുവാണ്. അവരെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും ഞങ്ങളെ കളിയാക്കരുതേന്ന് പറയുമ്പോഴത്തേനും നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം കാണുന്നതില് ഞങ്ങൾക്ക് വളരെ സന്തോഷാണെന്ന് പറയുവാണ്. എന്നിട്ട് ആ കപ്പിള് പോകുമ്പോഴത്തേനും ചിനാറ്റ്സുവിന്റെ ഫ്രണ്ട് ആ കൊച്ച് ലവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വളരെ പ്രിറ്റി ആയിട്ട് വരുവാണ്. അപ്പൊ ചിനാറ്റ്സു നിനക്ക് എപ്പോഴെങ്കിലും ഒരു ബോയ് ഫ്രണ്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നിനക്കത് കിട്ടട്ടെ. നീ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം, എനിക്കിപ്പോ അതില് താല്പര്യമൊന്നുമില്ല. അതിന് കാരണം എനിക്കിപ്പോ നല്ലൊരു ടീമുണ്ട്. നിനക്കും അങ്ങനെ തന്നെയല്ലേ ചിനാറ്റ്സുന്ന് അവളുടെ ഫ്രണ്ട് ചോദിക്കുവാണ്. അങ്ങനെ അവര് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴത്തേനും വോളിബോൾ ടീമിൽ ഒരു പെങ്കൊച്ച് കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ എല്ലാവരും കൂടെ നിന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പെങ്കൊച്ച് കരയാനുള്ള കാരണം അവൾ ഇവിടുത്തെ സ്കൂൾ മാറി വേറൊരു സ്കൂളിലേക്ക് പോവുമായിരിക്കും. കാരണം അവളുടെ മുത്തശ്ശിക്ക് എന്തോ അസുഖം ബാധിച്ചതുകൊണ്ട്. എന്നിട്ട് ചിനാറ്റ്സുന്റെ ഫ്രണ്ട് ഞാനിപ്പോ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്, നീ ഇവിടെ തന്നെ നിൽക്കുന്നത് ഞങ്ങളുടെ ടീമിന് ഒരുപാട് സന്തോഷമാണ്, അതിന് ഒരുപാട് നന്ദി. നമ്മളിപ്പോ എന്തായാലും നാഷണൽസിന് പോവാണ് നീ കാരണം. അപ്പൊ ചിനാറ്റ്സു അതിന് ഞാൻ മാത്രം കാരണമല്ല, ഞാൻ എന്തായാലും നിന്റെ റിലേറ്റീവ്സിന് ഒരുപാട് താങ്ക്ഫുൾ ആയിരിക്കും, കാരണം നിന്നെ അവിടെ നിർത്തിയല്ലോ. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവിടെ ഒരു ഹാൻസം ബോയ് ഉള്ളത് കൊണ്ട് നിനക്കെന്തായാലും ഉള്ളിന്റെ ഉള്ളില് ഒരു ലവ് ഒക്കെ തോന്നിയിട്ടുണ്ടാവും. ശരിയല്ലേ ചിനാറ്റ്സു എന്ന് ചോദിക്കുവാണ്. അപ്പൊ പെട്ടെന്ന് ചിനാറ്റ്സു ചുമയ്ക്കും. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അപ്പൊ ചിനാറ്റ്സു നീ മാത്രം എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നേ? പക്ഷെ നീ നോക്ക്, നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നേ. നിനക്ക് പ്രാക്ടീസിന്റെ ഇടയിൽ ഡേറ്റിങ്ങിന് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് ദിവസവും കാണാൻ സാധിക്കുന്നില്ലേ? ഒരാളുമായി ഇത്ര അടുപ്പത്തിലായില്ലെങ്കിൽ നീ പ്രണയത്തിലാകുമെന്ന് തോന്നുന്നില്ല. അതുമല്ലാണ്ട് ഒരേ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത് കൊണ്ട് നിനക്ക് അവനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ചിനാറ്റ്സു അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല. അങ്ങനെ അടുത്ത സീനില് ടൈക്കിന്റെ വീട്ടില് ബാർബിക്യൂ പാർട്ടി നടത്തുവാണ്. എല്ലാരും വളരെ സന്തോഷത്തോടു കൂടെയാണ് അവിടെ നിൽക്കുന്നത്. ടൈക്കി അവിടെയുള്ള ഫുഡൊക്കെ വലിച്ചു വാരി കഴിക്കുവാണ്. അങ്ങനെ ചിനാറ്റ്സുനും ഒരുപാട് ഹാപ്പി ആവുകയാണ്. അവളും നല്ലോണം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ടൈക്കി മനസ്സിൽ അവക്ക് എന്തായാലും ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ടൈക്കിന്റെ അച്ഛൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ചിനാറ്റ്സു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ടൈക്കിന്റെ അച്ഛൻ ഇല്ല വേണ്ട, ഞാൻ ചെയ്തോളാം, നീ പോയി കഴിച്ചോ, ഇത് നിന്റെ സ്വന്തം വീടായിട്ട് കണ്ടാ മതി. അപ്പൊ ചിനാറ്റ്സു ഇതെന്റെ സ്വന്തം വീടല്ലേ, അപ്പൊ ഞാൻ ഗസ്റ്റിനെ പോലെ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചിനാറ്റ്സു ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുവാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ചും കൂടി നിന്നോട് ഫോർമാലിറ്റി ആയിട്ട് സംസാരിക്കണ്ടെന്നാ തോന്നുന്നേന്ന് ടൈക്കിന്റെ അച്ഛൻ പറയുവാണ്. എന്റെ ജോബ് കാരണം ഞാൻ ഈ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു, അത് കാരണം നമുക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇനി പറ, നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ വൈഫിന്റെ വർക്കൗട്ട് സാധനങ്ങൾ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ മുത്തശ്ശന്റെ വിചിത്രമായ സ്വീറ്റ്സ് എന്തെങ്കിലും നിന്നോടുമായി ഷെയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലാന്ന് ചിനാറ്റ്സു പറയുവാണ്. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു നിൽക്കുന്നത് ടൈക്കി നോക്കുവാണ്. ചിനാറ്റ്സു ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് നല്ലൊരു പ്രഷ്യസ് ആയ അവരുടെ മകളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ അവളെ കംഫർട്ടബിൾ ആയിട്ട് വെക്കേണ്ടത്. അപ്പൊ ചിനാറ്റ്സു ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുവാണ്. ഞാൻ ഇത്ര കൂളായിട്ട് സംസാരിച്ചാലും നീ ഇവിടെ താമസിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഇത്തിരി മടിയായിരുന്നു. പക്ഷെ ഞാനും എന്റെ ഭാര്യയും കൂടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ യോക്കിക്കോ എഴുന്നേറ്റ് ഈ റെസ്പോൺസിബിലിറ്റിയും ഭാരമൊക്കെ നിന്റെ ഒപ്പം ഞാൻ
ഞാനും ചുമന്നോളാം. ഈ വരാൻ പോകുന്ന 2 വർഷം ചിനാറ്റ്സുന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അവളുടെ സമയത്തിന് വേണ്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അത് അഡൾട്ടായി നമ്മുടെ കടമയാണ് ഇപ്പൊ അവള് സപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ ശരിയാണ്, ഈ വീട്ടിലെ തീരുമാനങ്ങളൊക്കെ അവളാണ് എടുക്കുന്നത്. പക്ഷെ അവളുടെ വേർഡ്സ് ഒക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ നിനക്കാണ് ആവശ്യം, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ നിന്നോട് പറയാൻ കാരണം നീ ഇപ്പൊ നാഷണൽസിൽ പോകുന്നത് കൊണ്ടല്ല, പിന്നെ നീ നാഷണൽസിൽ പോകുന്നത് കൊണ്ട് എനിക്ക് വളരെ പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്തത്. നീ ഇന്നും ഉയരങ്ങളിലേക്ക് പോണം. നാഷണൽസിൽ എന്തായാലും നീ വിൻ ചെയ്യണം. അപ്പൊ ചിനാറ്റ്സുന് സന്തോഷാവുകയാണ്. എന്തായാലും എന്ന് പറയുവാണ്. അപ്പൊ ടൈക്കി അവിടെ വന്നിട്ട്, അച്ഛാ അമ്മ നൂഡിൽസ് ചോദിക്കുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ടൈക്കിന്റെ അച്ഛ അവിടെ പോയി നോക്കുമ്പോ നൂഡിൽസ് ഉണ്ടാവില്ല, വാങ്ങാൻ മറന്നിട്ടുണ്ടാവും. എന്നിട്ട് ടൈക്കി അവിടെ നിന്നിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ എന്ന് ചോദിക്കുവാണ്. ഇതെങ്ങാനും അമ്മ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ മാസം ഫുള്ള് ഞാൻ ബ്രൗൺ റൈസ് തിന്നേണ്ടി വരും. എന്നിട്ട് ചിനാറ്റ്സു, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരട്ടെ, എനിക്ക് കുറച്ച് തിങ്സും വാങ്ങിക്കാനുണ്ട്. എന്നാ ശരിന്ന് ടൈക്കിന്റെ അച്ഛൻ പറയുവാണ്. അപ്പൊ ടൈക്കി മനസ്സിൽ ഇവർ രണ്ടുപേരും അടുത്തുന്നാ തോന്നുന്നേ, നീ അവളുടെ ഒപ്പം കൂടെ പോയിക്കോന്ന് ടൈക്കിന്റെ അടുത്ത് പറയുവാണ് ടൈക്കിന്റെ അച്ഛൻ. എന്ത് ഞാനൊന്ന് ചോദിക്കുവാണ്, പിന്നെ എങ്ങനെയാടാ ഒരു പെങ്കൊച്ചിനെ നൈറ്റ് ഒറ്റയ്ക്ക് വിടുന്നത്? അപ്പൊ ടൈക്കി മനസ്സിൽ ഞാനെന്തിനാ ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ട് അവളുടെ ഒപ്പം നിൽക്കുന്നത്? എന്നിട്ട് ടൈക്കി, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒറ്റയ്ക്ക് പോയാലോ? അപ്പൊ ടൈക്കിന്റെ അച്ഛൻ അതിന് സമ്മതിക്കത്തില്ല. എന്നിട്ട് ചിനാറ്റ്സു ടൈക്കിനെ വിളിച്ചിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ടൈക്കിന്റെ അച്ഛൻ യോക്കിക്കോന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുവാണ്. അപ്പൊ യോക്കിക്കോ, നിങ്ങള് ചിനാറ്റ്സുന്റെ അടുത്ത് സംസാരിക്കുന്നത് വളരെ റെയർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ചിനാറ്റ്സു ടൈക്കീനെ കഴിഞ്ഞും 1 വർഷത്തിനാണ് മൂത്തത്. പക്ഷെ അവള് വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ അവിടെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെളിയിൽ വരുവാണ്. എന്നിട്ട് അവര് തിരിച്ച് വീട്ടിലോട്ട് നടന്നു വരുമ്പത്തേനും ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, പോകുന്ന വഴിയില് ഞാൻ അവളോട് എന്തെങ്കിലും സംസാരിക്കണം. അപ്പോ ഇന്ന് ഞാൻ അവളുടെ കൈ പിടിച്ച് വലിച്ചതിന് സോറി ചോദിച്ചാലോ? പെട്ടെന്ന് ചിനാറ്റ്സു അവനെ വിളിക്കുവാണ്. ഞാൻ ഇപ്പൊ ഐസ്ക്രീം കഴിക്കുന്നത് തെറ്റായിരിക്കുമല്ലേ? ഐസ്ക്രീമോ എന്ന് ടൈക്കി ചോദിക്കുവാണ്. എനിക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷേ എന്ന് പറയുമ്പത്തേനും ടൈക്കി ഇങ്ങനെ മനസ്സിൽ ഇവള് ഐസ്ക്രീമിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെ കയ്യില് എല്ലാവർക്കും ഉള്ള ഐസ്ക്രീം ഉണ്ട്, പക്ഷെ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ടൈക്കി ഇങ്ങനെ മനസ്സിൽ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോ ചെറിയ പിള്ളേരെ പോലെയാണ് തോന്നുന്നത്. എന്നിട്ട് ടൈക്കി ഐസ്ക്രീം എടുത്ത് ചിനാറ്റ്സുന് കൊടുക്കുവാണ്. ഇത് ഞങ്ങളുടെ റൂളാണ്, നിനക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അപ്പൊ തന്നെ അത് കഴിക്കണമെന്ന്. പെട്ടെന്ന് തന്നെ ചിനാറ്റ്സു ഐസ്ക്രീം പൊളിച്ച് കഴിച്ചിട്ട് നല്ല റൂള് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി അമ്മയുടെ ഈ റൂള് കാരണം ഞാനും ഒന്ന് കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് ടൈക്കി എടുത്ത് കഴിക്കുവാണ്. ടൈക്കി, നീ നിന്റെ അമ്മേനെ പോലെയാണ് എന്ന് ചിനാറ്റ്സ് പറയുമ്പത്തേനും ടൈക്കിന്റെ ഫേസ് ഒരുമാതിരി പോവാണ്. അതിനെന്തിനാ നീ മുഖം ഒരുമാതിരി വെക്കുന്നേ? നോക്ക്, നീ പറയുന്നത് കേട്ടിട്ട് അമ്മേനെ പോലെ തന്നെയാണ് ഞാൻ എന്ന് പറയുമ്പോ എനിക്ക് അതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതെന്താ? നീ വളരെ നല്ലവനും എനർജറ്റിക്കും ജെനുവിനും ആയിട്ടുള്ള ആളായതിന് കാരണം നീ നിന്റെ അമ്മേനെ പോലെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ടൈക്കി അത് സമ്മതിക്കുവാണ്. നിന്റെ കാര്യം നോക്കിയാ നേരെ മറിച്ചാണ്, നീ നിന്റെ അച്ഛനെ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ അമ്മ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ചിനാറ്റ്സു, ശരിയായിരിക്കും, പക്ഷെ കാര്യങ്ങളൊന്നും കൂടെ നോക്കിക്കഴിഞ്ഞാ അച്ഛൻ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് ആർക്കും കണ്ടുപിടിക്കാൻ കൂടി സാധിക്കില്ല. പെട്ടെന്ന് ടൈക്കി മനസ്സിൽ കരുതുവാണ്, ഇവളെ അച്ഛനെ പോലെ തന്നെ. ഞാൻ എന്റെ അച്ഛനോട് നിന്റെ വീട്ടിലോട്ട് താമസം മാറുന്ന കാര്യം പറയുമ്പോ ഞാൻ കരുതിയത് അതിനെതിര് പറയുന്നാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണോ എന്ന് മാത്രാണ്. കാരണം അമ്മ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവണം. എന്നാലും അച്ഛൻ എന്തെങ്കിലും എന്നോട് പറയുന്നാണ് ഞാൻ കരുതിയത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് നിന്റെ തീരുമാനമാണ്, അതുകൊണ്ട് അത് തന്നെ ചെയ്തോ. അങ്ങനെ അവര് സംസാരിച്ച് നടന്നു വരുമ്പത്തേനും പെട്ടെന്ന് ടൈക്കിന്റെ ഫേസിൽ ഒരു വെളിച്ചം വരുവാണ്. അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞ് ചിനാറ്റ്സുനെ പെട്ടെന്ന് ഇങ്ങോട്ട് വലിക്കുവാണ്. കാരണം അവിടെ ഒരു കാറ് ചീറിപ്പാങ്ങി വന്നിട്ടുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് രണ്ടുപേരും കൂടെ ക്ലോസ് ആവുകയാണ്. പെട്ടെന്ന് അവർക്ക് അന്നത്തെ കാര്യം ഓർക്കുവാണ്. എന്നിട്ട് ടൈക്കി സോറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നീങ്ങുവാണ്. പിന്നെ ഞാൻ ഒന്നും ആലോചിക്കാണ്ട് അവളെ കയറി പിടിച്ചു. എന്നോട് ക്ഷമിക്ക്, ഞാൻ അപ്പുറത്തെ സ്ട്രീറ്റിലെ വഴി കൂടെ വരാം. പെട്ടെന്ന് ചിനാറ്റ്സു ടൈക്കിനെ വിളിക്കുവാണ്. ടൈക്കി, അന്ന് നമുക്കിടയിൽ സംഭവിച്ചില്ലേ അന്ന് നിനക്ക് പനി പിടിച്ച ദിവസം അന്ന് നടന്നതൊക്കെ നമുക്ക് മറക്കാം. സത്യം എന്താണെന്ന് വെച്ചാ ഞാൻ അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നെ കെയർ ചെയ്യുന്ന ഫാമിലിയിലെ ഒരാളുടെ മകനോട്. ഇനി അങ്ങനെയൊന്നും നടക്കാണ്ട് ഞാൻ നോക്കിക്കോളാം, വാ പോവാന്ന് പറഞ്ഞിട്ട് ചിനാറ്റ്സു നടന്നു പോവുകയാണ്. അപ്പൊ ടൈക്കിക്ക് ഒരുമാതിരി ആവുകയാണ്. അവൻ അവിടെ തന്നെ നിന്ന് മനസ്സിലിങ്ങനെ കരുതുവാണ്, എന്ത് അവള് നമ്മൾക്കിടയിൽ അതിരുകൾ നിർമ്മിക്കുവാണോ? അങ്ങനെ അവര് വീട്ടിലേക്ക് എത്തുവാണ്. ടൈക്കി പിന്നെ ഇങ്ങനെ മനസ്സിൽ അത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തായാലും ഞാൻ എന്താണോ അവളെ കുറിച്ച് കരുതുന്നത് അത് അവൾക്ക് നന്നായി തന്നെ മനസ്സിലാവുന്നുണ്ട്. അവള്
വളരെ നല്ലവളാണ്. അവൾ എന്റെ എയിംസിന് വേണ്ടി നന്നായി തന്നെ എന്നെ എൻകറേജ് ചെയ്തു. പിന്നെ അവൾ എന്നിൽ നിന്നും പോയി ഞങ്ങൾക്കിടയിൽ അവൾ ഒരു അതിര് നിർമ്മിച്ചു. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്. സ്റ്റാഫ് അവരുടെ സമ്മർ ബ്രേക്കിനെ കുറിച്ച് പറയുവാണ്. അങ്ങനെ സ്റ്റാഫ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ബെല്ലടിക്കുവാണ്. ടൈക്കി ഫേസിൽ കൈവച്ചോണ്ടിരിക്കുവാണ്. എന്നിട്ട് ടൈക്കി ഇരിക്കുന്ന കണ്ടിട്ട് ടൈക്കിന്റെ ഫ്രണ്ട്സ്, നീ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോ എന്റെ സമ്മർ ബ്രേക്കിന്റെ ഹാപ്പിനെസ്സും കൂടെ ഇല്ലാണ്ടാവുന്നുണ്ട്. നിനക്കെന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേന്ന് അവർ ചോദിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ടൈക്കി, അങ്ങനെയൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ്. അങ്ങനെ ഹിന ലൈബ്രറി പോകുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുവാണ്. അപ്പൊ അവരുടെ ഫ്രണ്ട്സും വന്നിട്ട് ഞങ്ങളും വന്നോട്ടെ എന്ന് ചോദിക്കും. നിങ്ങളും വായോ ജോയിൻ ചെയ്യുന്നു പറയുവാണ്. അങ്ങനെ സമ്മർ ബ്രേക്ക് തുടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ ലൈബ്രറിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവര് പോകുന്ന വഴിയില് സ്പോർട്സിന്റെ കാര്യവും പ്രാക്ടീസിന്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് വരുവാണ്. പെട്ടെന്ന് ഹിന ചിനാറ്റ്സുനെ കാണുവാണ്. ചിനാറ്റ്സു ആണല്ലോ അത്. ദേ ചിനാറ്റ്സു എന്ന് പറയുമ്പോഴത്തേനും ചിനാറ്റ്സു അവരെ നോക്കും. അപ്പൊ അവര് ഹായ് പറയുവാണ്. നോക്കുമ്പോ ടൈക്ക് അവിടെ കുനിങ്ങിയിരിക്കുമായിരിക്കും. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാനൊരു പെൻസിൽ എടുക്കാൻ വേണ്ടി ഇരുന്നതാ. നീ എന്തിനാടാ ഇങ്ങനെ നുണ പറയുന്നേന്ന് ഹിന ചോദിക്കുവാണ്. അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടില് ഒരു ബാർബിക്യൂ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സമയം ആരും ഇല്ലാത്ത നേരത്ത് ഞങ്ങള് രണ്ടുപേരും കുറച്ച് ക്ലോസ് ആയി ഫിസിക്കലായിട്ട്. പെട്ടെന്ന് അവൾക്ക് അത് നല്ലതല്ലാണ്ടായി തോന്നി. ആ കാര്യം അവൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആയി. അതൊക്കെ വിട്, നമുക്ക് പ്രാക്ടീസിന് പോവാം. ഹിനയ്ക്ക് പെട്ടെന്ന് സങ്കടാവുകയാണ്. കാരണം ഹിനയുടെ ക്രഷ് അല്ലേ ടൈക്കി. അങ്ങനെ ഹിന എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ട് നടന്നു വരുവാണ്. ടൈക്കി ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെ സങ്കടത്തിലാവും അവനും ഇരിക്കുന്നുണ്ടാവുക. ഇനി ഇവരുടെ ഇടയിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.